മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ പ്രധാന പെരുന്നാൾ ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നടക്കുകയാണ്. ഈ പ്രധാന പെരുന്നാളിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നതിനായി എന്നോടൊപ്പമുള്ളത് ഇടവകയുടെ ആദരണീയനായ ട്രസ്റ്റി മിസ്റ്റർ ജോൺ ഉമ്മൻ അവറുകളും ആദരണീയനായ സെക്രട്ടറി പ്രിയപ്പെട്ട ഗീവർഗീസ് ജോസഫുമാണ്. പ്രിയപ്പെട്ടവരെ, ഇടവകയുടെ പ്രധാന പെരുന്നാൾ 9-ാം തീയതി കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിന് മധ്യസ്ഥയിലുള്ള ഈ ദേവാലയത്തിൽ അനേക ആയിരങ്ങൾ വന്ന് ദൈവകൃപയുടെ അനന്തമായ നിറവ് അനുഭവിക്കുന്ന സാക്ഷ്യമുള്ള ആലയങ്ങൾ ഒന്നാണിത്. ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ തുടർന്ന് കൊടിയേറ്റും. അതിനെ തുടർന്ന് ഈ ഇടവകയിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നതിനായി സെമിത്തേരിയിൽ പിതൃസ്മരണയും ക്രമീകരിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ആത്മീയ സംഘടനകളുടെ വാർഷികമാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ പകൽ ധ്യാനവും വൈകിട്ട് സുവിശേഷ പ്രസംഗവും ക്രമീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും വ്യാഴാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ റാസയും ക്രമീകരിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ടുള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യു സ്തുതിയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് മുഖ്യ കാർമ്മികനാകുന്നു. തൊട്ട് അടുത്ത ദിവസം വെള്ളിയാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സിന്റെ പ്രധാന കാർമ്മ്യത്തിൽ വിശുദ്ധ 3 മേൽ കുർബാന ക്രമീകരിച്ചിരിക്കുന്നു. 3 വർഷം കൂടുമ്പോൾ ഈ ഇടവകയിൽ നൽകി വരുന്ന പുരസ്കാരം മർത്തമറിയം പുരസ്കാരം ഈ വർഷം പത്മശ്രീ ദയാഭായിക്ക് നൽകുന്നതിന് ഇടവക തീരുമാനിച്ചിരിക്കുന്നു. സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീരത്നങ്ങളെ ആദരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ എല്ലാ വർഷവും പൊന്നിൻപൊടി എന്ന് പറയുന്ന ഒരു വിവാഹ പദ്ധതി ക്രമീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ നിർദ്ധരായ പെൺകുട്ടികളെ കണ്ടെത്തി അവരെ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വിവാഹ കുദാശയിൽ അവരുടെ ക്രമീകരണമായ എല്ലാ ആവശ്യങ്ങളും ഇടവക നൽകി വരുന്നു. അങ്ങനെ 3 പെൺകുട്ടികളുടെ വിവാഹം നമ്മൾ നടത്തി കഴിഞ്ഞു. 4ാമത് ഒരു പെൺകുട്ടിയുടെ വിവാഹവും പെരുന്നാളിനനുബന്ധിച്ച് നടക്കുകയാണ്. പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങുകളോടനുബന്ധിച്ച് ആ നവദമ്പതികളെ ദേവാലയത്തിൽ ആദരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളിലേക്കും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധയായ ദൈവമാതാവിന് മധ്യസ്ഥ എല്ലാവരും കാവലായിരിക്കട്ടെ. ദൈവകൃപയുടെ അനന്തമായ സാധ്യതകളുള്ള അനന്തമായ ദൈവസ്നേഹമുള്ള ഈ ആലയത്തിലെ പെരുന്നാളിലേക്ക് എല്ലാവരെയും ഏറെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയുടെ പ്രധാന പെരുന്നാൾ ദിവസമായ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ലൈവായി ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇവാനിയോസ് മീഡിയയാണ്. ഇവാനിയോസ് മീഡിയയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഈ പെരുന്നാൾ ശുശ്രൂഷകൾ ലോകത്തിന് വിവിധയിടങ്ങളിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.